നഗര നാളെ വി എസിന് വിട ചൊല്ലുകയാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും അതുപോലെ തന്നെ CPM നേതാവായും ഒക്കെ നിറഞ്ഞു നിന്ന തിരുവനന്തപുരത്തോട് നാളെ വിട ചൊല്ലുകയാണ്. ഇപ്പോൾ താങ്കൾ നഗരത്തിൽ നിന്നുള്ള ഒരു MLA കൂടിയാണ്. വി എസുമായിട്ട് എത്രയും വലിയൊരു അടുപ്പമാണ് താങ്കൾക്കുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു അടുപ്പം വി എസുമായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വി എസ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ അവസാന പരിപാടി പങ്കെടുത്തത് എൻ്റെ ഇലക്ഷൻ പര്യടനത്തിനാണ്. പുറംകോണത്ത് നടന്ന പൊതുയോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പൊതുപരിപാടി. അപ്പോൾ അതിൽ അദ്ദേഹം വിജയിപ്പിക്കൂ എന്ന് 3 തവണ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം പൊതുവേദിയിലേക്ക് വന്നിട്ടില്ല. നേരെ പിന്നെ ആശുപത്രി കിടക്കയിലേക്ക് പോയി, ചികിത്സയിലേക്ക് പോയി. അപ്പോൾ ആ നിലയിലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ മേയറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം ആ സമയത്തും ഉണ്ടായിരുന്നു. പിന്നീട് പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ അദ്ദേഹത്തിന് നല്ല പിന്തുണയുണ്ടായിരുന്നു. നമ്മളൊക്കെ പൊതുരംഗത്തേക്ക് വരുന്ന എല്ലാവരും അദ്ദേഹത്തെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ചിലപ്പോഴൊക്കെ ഗൗരവമായിട്ടും ചിലപ്പോഴൊക്കെ ശകാരിച്ചുമൊക്കെ അദ്ദേഹം വർത്തമാനം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം അദ്ദേഹമായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്നതും എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെയാണ്, ലാ കോളേജിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ജന്മദിനങ്ങളിലും മറ്റുമൊക്കെ അവിടെ പോകാനും അദ്ദേഹത്തിൻ്റെ ശയ്യ അവലംബയായ അവസ്ഥയിലും കാണുന്നതിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നല്ല ഊഷ്മളമായ ബന്ധമാണ് അദ്ദേഹവുമായിട്ട് പുലർത്തിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ നിരവധി പേർ, ഇപ്പോൾ MLA-മാരും നേതാക്കളും മന്ത്രിമാരും മാത്രമല്ല സാധാരണ പ്രവർത്തകരും ധാരാളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വി എസ് കേരളത്തിന് എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഓരോ ജനക്കൂട്ടവും അല്ലെങ്കിൽ എത്തുന്ന ഓരോ ആളുകളും പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സാധാരണ തൊഴിലാളികൾ, വി എസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ